നശിപ്പിച്ച് നാശമായി പോയെന്ന് പറയാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഹായ് എല്ലാവർക്കും നമസ്കാരം. മച്ചാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തൊടുപുഴയാണ് ഇന്നലെ സ്റ്റേ ചെയ്തത്. ഇന്നും ഇപ്പോഴും തൊടുപുഴയാണ്. നമ്മൾ തൊടുപുഴയിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് ചെല്ലുന്ന വീഡിയോയുടെ ഒരു ഭാഗമായിരിക്കും കേട്ടോ ഇത്. അതുപോലെ തന്നെ കുറച്ച് കാര്യം പറയാനുണ്ട്. ഇന്നിവിടെ തൊടുപുഴ വന്ന് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ എൻ്റെ കൈക്ക് പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ കൈയുടെ പ്രശ്നം ഒന്ന് കാണിക്കാനായിട്ട് നമ്മൾ ഇടുക്കിയിലൊരു ഹോസ്പിറ്റലിൽ നമ്മൾ കാണിച്ചു. വെച്ചാൽ കുളമായി പോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് ഒരു രക്ഷയില്ല. എൻ്റെ കൈ പൊങ്ങുവരാത്ത അവസ്ഥയാണ്. ഇപ്പം കൈക്ക് മൊത്തം മരപ്പായി പോയി. ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ നാശമായി പോയി. സഹിക്കാൻ പറ്റുന്നില്ലാത്ത പോലെ ബുദ്ധിമുട്ടായി പോയി. അപ്പോൾ അത് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ നമ്മളിവിടെ ഒരു ഹോസ്പിറ്റലിൽ, ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളാണ്, നല്ല പ്രായമുള്ള ഒരാളാണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കര തിരക്കുള്ള ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് ചെയ്തു വെച്ചതെല്ലാം വളരെ റോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് മൊത്തം. നമ്മൾ ആയുർവേദത്തിന് ഇതിന് മുമ്പ് പോയിട്ടുണ്ട്. ഇതിന് മുൻപ് ഉള്ള ഹോമിയോപ്പതി അതുപോലെ തന്നെ അലോപ്പതി എല്ലാം ഇംഗ്ലീഷ് മരുന്ന് എല്ലാം എവിടെ പോയെടുത്ത് എല്ലാവരും ആരും തുടരുതോ ഒന്നും ചെയ്തതെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ചെന്ന് കുറച്ച് തിരുമി നമ്മുടെ കൈ മുഴുവൻ നശിപ്പിച്ച് നാശമായി പോയെന്ന് പറയാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല. അതുപോലെ എൻ്റെ കൈ പൊങ്ങിയല്ല, ഒരു രീതിയിൽ കൈ പൊങ്ങിയല്ല. എൻ്റെ കൈയുടെ മരപ്പെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇപ്പോൾ ഏതാണ്ട് ഒരു മാസമായെന്ന് തോന്നുന്നല്ലേ ഈ പരിപാടി ചെയ്തിട്ട്. ഇപ്പം എനിക്ക് കൈ അനക്കാൻ പോലും മേലാതെ കൈ നശിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇതുപോലെ അവസ്ഥ ആർക്കും കൊടുക്കരുത് ദൈവമേ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. കാരണം അതുപോലെ രാത്രിയിലൊന്നും കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത പോലെ വേദന. ഇപ്പോൾ ഈയിടെയാണ് ഇപ്പോൾ 2 ദിവസം അടുപ്പിച്ച് വണ്ടി ഓടിച്ചപ്പോഴത്തേക്കും മറ്റേതില്ല വണ്ടി ഓടിക്കാം. പിന്നെ അങ്ങ് ഗതി കെട്ട് ഓടിക്കുക. നമ്മുടെ ആഗ്രഹം കൊണ്ട് നമുക്ക് ഓരോന്ന് ചെയ്യണമല്ലോ എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോന്നിങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് ഒരു പരിധിക്കുള്ളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. ഇപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങളിപ്പോൾ ഈ തൽക്കാലം ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നതും. ഈ വേദനയും ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഇതൊക്കെ വെച്ചോണ്ടാണ് നമ്മളിതെല്ലാം നടക്കുന്നത്. അപ്പോൾ എനിക്ക് വണ്ടി ഒട്ടും ഓടിക്കാൻ പറ്റുന്നില്ല. ഞാൻ വണ്ടി ഓടിക്കാതെ എന്തായാലും മുന്നോട്ട് കാര്യങ്ങൾ പോവുകയില്ല. അപ്പോൾ ഇവിടെ വണ്ടിയിൽ ഓടിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒരു പരിധി പയ്യെ വണ്ടി ഓടിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഓടിക്കുള്ളൂ. സമയത്ത് ഒരിടത്ത് നമ്മൾ എത്തുകയില്ല. പിന്നെ ഞാൻ ടെൻഷൻ അടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ തൽക്കാലത്തേക്ക് ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമുക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഒരുപാട് ആഗ്രഹമുണ്ട്. നിങ്ങളിലേക്ക് ഇറങ്ങി വരണം, നിങ്ങളിലേക്ക് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ ഇനി പോകെ നമ്മള് പിന്നെയും വരാം കേട്ടോ. അതെ, ഇത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഈ വേദനകളൊക്കെ ഒന്ന് കുറയാൻ. വേദന കൈയില്ലാതെ നമുക്ക് ഇവിടുത്തെ ഡോക്ടർ കുറച്ച് മരുന്ന്, നീർക്കെട്ടാണ്, നീര് കുറയാനുള്ള മരുന്നുകൾ ഇപ്പൊ വേറെ ഒന്നും ചെയ്യുന്നില്ല. പുള്ളിക്കാരനും വേറെ ജസ്റ്റ് പിടിച്ചു നോക്കി, അല്ലാതെ തിരുമ്പും കാര്യങ്ങളും ഒന്നും ചെയ്തില്ല. പുള്ളിക്കും നമുക്ക് ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ അറിവിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആർക്കും അറിവില്ലാന്ന് നമ്മൾ കുറച്ച് പറയല്ല, പക്ഷേ കുറച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി കണ്ടും ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ വരും. ചിലരെല്ലാം അറിയാവുന്ന രീതിയിൽ ഓരോന്ന് ചെയ്തിട്ട് സഹിക്കാൻ പറ്റാത്ത പോലെ വേദനയാണെങ്കിൽ അതുപോലെ നമ്മൾ അവരെ കുറ്റപ്പെടുത്താനല്ല, അവർക്ക് മോശമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാത്തത്. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിപ്പോയി എൻ്റെ ജീവിതത്തിൽ. കാരണം 3-4 വർഷമായി ഞാൻ ഇത് കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് പലയിടത്തും പോയിട്ടുണ്ട്. ചെന്നിടത്ത് എല്ലാവരും പറഞ്ഞു ആരെക്കൊണ്ട് നിങ്ങളുടെ ശരീരത്തെ അറിയാൻ മേലാത്തവരെ കൊണ്ട് കൈ വെപ്പിക്കരുത്, തൊടിയിപ്പിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ അവിടെ നിന്ന് കൊടുത്ത് ഒരു കൈ തിരുമ്മിയപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ തിരുമരുതെന്ന് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ട് കുഴമ്പിട്ട് വിട്ടു. പക്ഷേ ഇപ്പുറത്തെ നല്ലപോലെ പിടിച്ച് തിരുമ്മി അവിടെ കല്ലിച്ച് കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വിരലിട്ട് ഓട്ടച്ചങ്ങനെ തിരുമ്മി. ആ തോട്ടയെ ഒരു 1.5 ഓടയാ ചിലപ്പം നമ്മൾ തളർന്നു പോകും. അത് നമ്മുടെ കൈ തന്നെ തളർന്നു പോകും. എന്നേക്കും തന്നെ കൈ പൊങ്ങാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയേനെ. എന്തായാലും ഇപ്പോൾ ചെന്നിടത്ത് കണ്ടിടത്ത് എല്ലാവരും വഴക്കുമായി. ഇത് നിങ്ങൾ ആരും അറിയാൻ മേലാത്ത ഒരാളെ കൊണ്ട് നമ്മൾ ഇത് തിരുമ്പാൻ പറ്റുന്നൊരു കണ്ടീഷനല്ല അവിടെ. അപ്പോൾ ആദ്യം മരുന്ന് കഴിക്കാം. മരുന്ന് കഴിച്ചിട്ട് എൻ്റെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മസിൽസ് മുഴുവൻ പൊട്ടിക്കിടക്കണം. പൊട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഇവിടെ ഇഞ്ചുറി ആയി കിടക്കുകയാണെന്ന് പറഞ്ഞു ഇപ്പോൾ കണ്ടുവരും. അപ്പോൾ ആ ഇഞ്ചുറി ഒന്നത് ഹീലായി വരാതെ അവിടെ അതിനകത്ത് കൊണ്ടിട്ട് ഇളകി കഴിഞ്ഞാൽ മൊത്തം കുളമാകുള്ളൂ. അതുപോലെ തന്നെ ഫുള്ള് നീർക്കെട്ടാണ്. അപ്പോൾ അവിടെ അതിന് പുറമെ നമ്മൾ എന്നെ കാണിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുത്ത് ചെറിയ ഫിസിയോതെറാപ്പി ആയിട്ട് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് അവിടുത്തെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യണം. ചെയ്ത് കൊണ്ടതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ തൽക്കാലം 2 ആഴ്ചത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് അവർ പറഞ്ഞു ഇത് ഒരു 1.5 വർഷമെങ്കിലും എടുക്കും ഇതൊന്ന് കുറയാനായിട്ട്. അപ്പോൾ സമയമെടുക്കും. ഈ ചെല്ലുന്നിടത്ത് ഇപ്പം കുറച്ച് തരാം എന്ന് പറയുന്ന ടീമുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കുകയല്ല. നമുക്കറിയാം 3-4 കൊല്ലമായിട്ട് നമ്മളിത് കൊണ്ട് നടക്കുക. അപ്പോൾ ഒരു കാരണവശാലും കുറയാതെ നമുക്കറിയായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ട് നമ്മൾ അതിലേക്ക് വീഴാതിരിക്കുക. നമുക്ക് പലർക്കും ഇതൊരു എക്സ്പീരിയൻസ് ആവട്ടെ എന്ന് വിചാരിക്കുന്നത്. കാരണം അറിവുള്ളവരുടെ അടുത്ത്
ഇച്ചിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് കൈയും കാലും ഒക്കെ നമ്മൾ തീരുമാനം ഇതൊക്കെ കൊടുക്കുക. എന്തെങ്കിലും ഇഞ്ചുറി ആയിട്ടിരിക്കുന്ന ഭാഗങ്ങൾ, അല്ലാത്ത നോർമൽ ഭാഗങ്ങൾ തിരുമിയുകൊണ്ടോ ചവിട്ടി തിരുമിയുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നം സംഭവിക്കില്ല. ഇഞ്ചുറി ഉള്ളിടത്ത് അത് വീണ്ടും വ്രണമായിട്ട്, ചെറിയ മുറിവ് വലിയ വ്രണമായിട്ട് മാറും. ആ അവസ്ഥയാണ്. എനിക്ക് കൈ പൊങ്ങുകയല്ല ഒരു രക്ഷയിൽ. ഇപ്പോൾ ഈ വണ്ടി ഓടിക്കതിൽ ഒരു 10 കിലോമീറ്റർ ഓടി ചെയ്യുമ്പോൾ ഞാൻ വണ്ടി നിർത്തുക, എനിക്ക് പറ്റുന്നില്ല. വണ്ടി ഇങ്ങനെ സ്റ്റിയറിംഗ് ഇട്ട് വട്ടം കിടക്കാൻ പറ്റും. കൈ കുഴഞ്ഞു പോകുക. രാത്രിയിലൊക്കെ കിടക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഞാൻ കൈ എടുത്ത് മാറ്റി വെക്കുന്നത്. അത് ഈ ഒരു കൈ കൊണ്ട് ഒരു കൈ എടുത്ത് മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ സഹിക്കുക കിടന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ആർക്കും ഇങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ആരെങ്കിലും ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഞാൻ ചെയ്ത ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ശരിക്കും നല്ല രീതിയിൽ എനിക്ക് ദേഷ്യമുണ്ട്, അരിശമൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ അവരെക്കുറിച്ച് മോശമായിട്ട് അവരുടെ പേര് പറയാത്തതിനാന്ന് വെച്ചാൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകണ്ട. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തോട്ടെ. പക്ഷേ അവർക്കത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വിളിച്ച് പറയാത്തത്. അത് പറഞ്ഞാൽ ശരിയാവില്ല. ഇനി അവർക്ക് അബദ്ധം പറ്റി എന്താണല്ലോ, നമുക്ക് വരാനുള്ളത് വന്നു, നമ്മൾ സഹിക്കുക. അപ്പം സഹിച്ചുകൊണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ കാര്യം എനിക്ക് ആ ഡോക്ടർ എനിക്ക് വീട്ടിൽ കൊണ്ട് മരുന്ന് തന്നു. ഞാൻ അവരോട് വിളിച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ ചെയ്തത് കുളമായി, പ്രശ്നമായി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരെനിക്ക് വീട്ടിൽ കൊണ്ട് എനിക്ക് മരുന്ന് കാര്യങ്ങളൊക്കെ തന്നു. പക്ഷേ ആ മരുന്ന് കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്ത് കുളമാക്കിയ കാര്യം അത് റെഡി ആവാനായിട്ട് ഇനി ഒരുപാട് സമയം എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ കണ്ട ആ ഡോക്ടർ പറഞ്ഞെങ്കിൽ 1.5 വർഷം ഒരു കൈ കൊണ്ട് വലതേ കൊണ്ട് എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കേട്ടോ 1.5 വർഷമെങ്കിലും എടുക്കും ഇനി അതൊന്ന് റെഡി ആയിട്ട് വരാനായിട്ടെന്ന് പറഞ്ഞു. കാരണം അതുപോലെ നമ്മളും കൂടെ സഹകരിച്ച് കൊടുക്കണം. കാരണം ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. ചെയ്ത് ആ മസിലിനെ സ്ട്രെങ്തൻ ചെയ്ത് അത്യാവശ്യം നല്ല ശക്തിയായി ബലമായി നല്ല ഫുഡൊക്കെ എടുത്ത് എല്ലാ രീതിയിലും പോയ സാധനത്തെ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള സമയം എടുക്കും. ഇപ്പം തന്നെ ഫ്രോസൺ ഷോൾഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രത്തോളം ആയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അത് മരുന്ന് കഴിക്കണം. ഇനി ഇവിടെ 2 ആഴ്ച കഴിഞ്ഞ് വരണം. 2 ആഴ്ച കഴിഞ്ഞ് വന്നിട്ട് ഈ മരുന്ന് കഴിച്ച് കുറഞ്ഞില്ല. ആയുർവേദമാണ്, അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. എന്നാലും മരുന്നാണ്, മരുന്ന് തന്നെയാണ്. അപ്പോൾ നല്ല ഡോസ് കൂടിയ മരുന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 2 ആഴ്ച കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ കുറഞ്ഞില്ല എങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡ് തന്നെ മാറ്റുമെന്ന് പറഞ്ഞു. വേറെ രീതി ട്രീറ്റ്മെൻറ്റ് മെത്തേഡിലേക്ക് മാറുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു 2 പ്രാവശ്യം നോക്കിയിട്ട് കുറയുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയും. പുള്ളി പറഞ്ഞു ഞാൻ തന്നെ പറയും വരണ്ടാന്ന് ഞാൻ തന്നെ പറയും, ഞാൻ വരിപ്പിക്കുകയില്ല. എന്തായാലും നിങ്ങൾ ശരിയാകോ ഇല്ലയോ എന്ന് നമുക്ക് 1-2 പ്രാവശ്യം മരുന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം കാര്യങ്ങൾ ശരിയാകുന്ന കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ കാണുമ്പോൾ തന്നെ ഇത് പറ്റിയാലെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയുള്ളൂ. ഇത് ശരിയാവുന്ന പുള്ളി പറഞ്ഞു. പക്ഷേ നമ്മൾ അതനുസരിച്ച് സഹകരിക്കണം. നമ്മൾ ആ കാര്യങ്ങൾക്ക് അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതെ കൈ ഉയർത്താനോ ഒന്നും പാടില്ല. വലിയ കട്ടിപ്പരിപാടിക്കൊന്നും പോകാൻ നിൽക്കരുത്. ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് ഇങ്ങോട്ട് പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ തൊടുപുഴയാണ്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവാണ്. കാരണം ഇത്രയും ദിവസം ഒരു 3-4 ദിവസമായി. ഇപ്പം നമ്മൾ 4 രാത്രിയായി ഇപ്പം മൊത്തത്തിൽ പുറത്ത്. അപ്പോൾ കുഞ്ഞുങ്ങളെ കാണണം. ഒക്കെ കാണുമ്പോൾ മനസ്സിന് കുറച്ചൊരു ആശ്വാസമാകും. അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ നിർത്തുന്നു എന്നല്ല പറയുന്നത്. ഇപ്പോൾ തൽക്കാലമായി നിർത്തുന്നു. നമ്മൾ ഇത് കഴിയുമ്പോൾ വീണ്ടും അടുത്തടുത്ത് ഓരോ ഇതായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൂടെ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പോഴും ഇതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനിയും തുടർന്ന് നിങ്ങളുടെ സ്നേഹവും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തുടങ്ങിയത് വീട്ടിലെ സർപ്രൈസ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക. കാരണം ഇപ്പോൾ തന്നെ 8 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പിള്ളേർക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും സർപ്രൈസ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ ചെന്ന് കാണാം. അപ്പോൾ അല്ലേ, അപ്പോൾ ഇടയ്ക്ക് നമ്മളിവിടെ ഒരു അടുത്ത് പള്ളി കയറുന്നുണ്ട്. അവിടെ കയറിയിട്ട് അതുകൂടെ കാണിക്കാൻ കേട്ടോ. അതായത് നമ്മൾ തൊടുപുഴ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാം അറിയാവുന്നവരായിരിക്കും. എഴുമുട്ടം ധ്യാനം കേന്ദ്രം ജസ്റ്റ് ഈ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങണം. തിരക്കുണ്ടോ? ദൃശ്യം വണ്ണോ? എഴുമുട്ടം ധ്യാന കേന്ദ്രത്തിലൊന്നുമല്ല, മാറപ്പള്ളി അല്ലേ? അത് വേറെ. അത് നമ്മുടെ വഴി ഇതാണ്. ഇത് കണ്ടോ, ഇത് നമ്മളൊരു ഇടവഴി കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റബ്ബർ തോട്ടം രണ്ട് സൈഡിലിട്ടോ. ഒരു സൈഡ് മാത്രം റബ്ബർ തോട്ടത്തിന്റെ ഇടയിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഫീലിംഗ് ഉണ്ട്. നല്ലൊരു ഗ്രാമപ്രദേശത്തിന്റെ ഫീലിംഗ്. മരം കയറ്റുന്ന അടി അവിടെ ആനയുണ്ടടി. നീ നോക്കങ്ങോട്ട്. കണ്ടില്ല? ആ സൈഡിൽ നിൽക്കുന്നത് കണ്ടോ? നീ നോക്കിക്കത്. ഇത് കണ്ടില്ലേ? നീ അവിടെ നോക്കടി. എവിടെ? ഞാൻ കണ്ടില്ലേ. പേര് കൂടിയാടി അത്. ആ മരം നീ കണ്ടില്ല? ആന നിൽക്കുന്നില്ല. ഈ കിടക്കുന്നത് നോക്ക്. തടി ഇരുമ്പാനയാ. വലിയ തടി കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. മുറിച്ച് കയറ്റുവാണ്. അപ്പൊ നമ്മളിവിടുന്ന് നേരെ ഇടുക്കിക്ക് അല്ലേ, നമ്മുടെ ഹൈ റേഞ്ചിലേക്ക്. നല്ല
നല്ല രസമുണ്ട്. 2 സൈഡിലും റബ്ബർ തോട്ടം, പച്ചപ്പല്ലേ, നല്ല പച്ചപ്പും നല്ല റബ്ബർ തോട്ടമാണ്. നല്ല ഈ ചെടികൾ കിടക്കുന്ന കാണുന്നതിന്റെ പ്രത്യേകതയില്ല. ഈ റബ്ബർ തോട്ടത്തിന് റബ്ബർ തോട്ടത്തിൽ മാത്രം ഞാൻ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഈ സാധനം ഇങ്ങനെ വളർത്തുന്ന കാണാറുള്ളൂ. പയറ് എന്തിനാന്നറിയാവോ? അത് വിഷപ്പയർ അങ്ങനെ എന്തോ പറയുന്നത്. വിഷപ്പയറാണ് അതിന്റെ എന്തായാലും ഒരു വളവാ അത്. വളവാണ് അത് വളവാണ്. പിന്നെ ഇടിമിന്നൽ വരുന്ന സമയത്ത് അത് ഇടിമിന്നലിനെ ചെറുക്കുമല്ല, എന്താ ഇടിമിന്നൽ വരുന്ന സമയത്ത് അത് കൂടുതൽ പിന്നെ ഇതായി മാറും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കൂടുതൽ വളം ഉണ്ടാക്കും. എങ്ങനെ എനിക്കറിയില്ല. ഒരു വളത്തിന്റെ ഒരു ഇത് കൂടുന്ന പ്രയോഗമല്ല. എന്താണ് കവി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അതെ, അറിയാവുന്നവർക്ക് അറിയാം. ഞാൻ കേട്ടിരിക്കുന്നത്. കൂറ്റൻ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഞങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദാ അങ്ങോട്ട് നോക്കൂ. ഞങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മുടെ നാടിന്റെ അങ്ങോട്ട് കാണിക്കും. എന്നെ മൊത്തം കാണിക്കാതെ ജനസാഗരങ്ങളെ കാണിക്കുക. ഈ പറയുന്ന ആളെയും കൂടി ഒന്ന് ആൾക്കാർ കണ്ടിരിക്കട്ടെ. ജനസാഗരങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നമ്മുടെ പൊന്നോമനപുത്രൻ നടന്നു വന്ന് അതിങ്ങനെ രാഷ്ട്രീയക്കാരെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു പട്ടി പോലും കാണുകയല്ല എനിക്ക്. നമ്മളെ താബോർ ധ്യാന കേന്ദ്രത്തിന്റെ കവാടത്തിലെത്തിയിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ധ്യാന കേന്ദ്രം കേക്ക് നല്ല കാണുന്നത്. ധ്യാന കേന്ദ്രം കാണുന്നതല്ലേ? അതെ അതെ, ഞാൻ വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. മേലിൽ നോക്ക്. ഞാൻ നടക്കുന്ന എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഞാൻ ഇതിലേ വന്ന് പാസ് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. ഞാനല്ലാതെ എനിക്ക് ഈ പ്രദേശത്തെ കുറിച്ച് വലിയ അറിവില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങി വന്ന് ഇറച്ചിടാം. ഞാനിപ്പോഴും ഇതിലെ വരുമ്പോൾ മിക്കപ്പോഴും ഇവിടെ ഇറങ്ങി ഇറച്ചിട്ടിട്ട് ഞാൻ പോകുന്നത്. കണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോവാം. കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛനെ കണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഡയറക്ടർ അച്ഛൻ. നേർച്ചയൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് പോവാണ്. ഇവിടെയാണ് ഫ്രണ്ട് വശം. ഇവിടെ ഓരോ ശുശ്രൂഷകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. രസമുണ്ട് കേട്ടോ അകത്തേക്ക് കാണാൻ വേണ്ടിയിട്ട്. പുറത്ത് ഓരോ രൂപങ്ങളൊക്കെ ഉണ്ട്. ഓരോ കുരിശിന്റെ വഴിയുടെ ഓരോ സ്ഥലങ്ങളും ഇവിടെ. അതിവിടെയല്ലേ? ധ്യാനം എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. ധ്യാനം നടക്കുന്നുണ്ട്. സൗണ്ട് കേൾക്കാം. ഇവിടെ ആ പാർക്കിംഗ് ധ്യാനത്തിന് വന്നവരുടെ വണ്ടികളൊക്കെ ഇവിടെ ഇട്ടിരിക്കുന്നത്. താബോർ പാർക്കിംഗ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് അടുത്ത് ഇനി അപ്പം നമ്മളെന്നാ ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ.